പുതിയ ഇടയനെ സ്വീകരിക്കാൻ വിശ്വാസികൾ. യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് സ്ഥാനമേറ്റു. പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയാണ് സ്ഥാനാരോഹണ ശുശ്രൂഷ നിർവഹിച്ചത്. പുതിയ ബാവയ്ക്ക് സ്വീകരണം നൽകാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ. ഞായറാഴ്ച അദ്ദേഹം കൊച്ചിയിലെത്തും. ബുധനാഴ്ച ആഗമാന സുറിയാനി സഭയുടെ സുന്നഹദോസ് ചേരും. ഹെർമോൺ ബെയ്റൂട്ട് പൗരാണിക വിശ്വാസാചാരങ്ങളുടെ തനിമയോടെ ഇന്നലെ ഒരു വിശ്വാസ പ്രഖ്യാപനമായി മാറിയ ചടങ്ങിലാണ് അദ്ദേഹം ചുമതലയേറ്റത്. ലെബനോൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ ഹച്ചാനയിലെ സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് പാത്രിയാർക്ക കത്തീഡ്രലിൽ ആയിരുന്നു ചടങ്ങ്. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻമോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയുടെ നേതൃത്വത്തിലായിരുന്നു കാർമ്മികത്വം. ചടങ്ങിന്റെ തുടക്കത്തിൽ തന്നെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പേരെടുത്തു പറഞ്ഞ് നന്ദി അറിയിച്ചു പാത്രിയാർക്കിസ് ബാവ. We thank His Excellency the Prime Minister of India, Mr. Narendra Modi. We likewise extend our thanks and appreciation to the Chief Minister of Kerala, one of the great states of India. സന്ധ്യാപ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങ് 2 മണിക്കൂറോളം നീണ്ടു. സ്ഥാനാരോഹണ ശുശ്രൂഷകളിൽ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ മേലധ്യക്ഷന്മാർ സഹകർമ്മികരായി. ഇതര സഭകളിലെ മേലധ്യക്ഷന്മാരും പുരോഹിതരും പ്രതിനിധികളും നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു. പരിശുദ്ധ പാത്രിയാർക്കിസിനോടും സിംഹാസനത്തോടുമുള്ള ഭക്തിയും ബഹുമാനവും വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉടമ്പടി സ്വീകരിച്ച് അധികാരപത്രം നൽകി. മദ്ബഹായിൽ ഭക്തജനങ്ങൾക്ക് അഭിമുഖമായി പീഠത്തിലിരുത്തിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവയെ മെത്രാപ്പോലീത്തമാർ ചേർന്ന് ഉയർത്തി. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയസ് ജോസഫ് പ്രഥമൻ യോഗ്യനും വാഴ്ത്തപ്പെട്ടവനുമാകുന്നു എന്ന് മുഖ്യ കാർമ്മികൻ പ്രഖ്യാപിച്ചു. തുടർന്ന് അവൻ യോഗ്യൻ തന്നെ എന്നർത്ഥമുള്ള ഓക്സിയോസ് പാത്രിയാർക്കിസ് ബാവ മുഴക്കി. മെത്രാപ്പോലീത്തമാരും വൈദികരും ഭക്ത്യാദരങ്ങളോടെ 3 തവണ അത് ഏറ്റുചൊല്ലി. സ്ഥാനചിഹ്നങ്ങളായ 3 മാലകളും അംശവടിയും മുഖ്യ കാർമ്മികൻ ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് കൈമാറി. തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ശേഷിച്ച ഭാഗം കാതോലിക്ക ബാവ പൂർത്തിയാക്കി. മന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘവും മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.